നമസ്കാരം. ആസ്ട്ര യൂണിവേഴ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് കുറച്ച് പുരുഷ നക്ഷത്രങ്ങളെ പറ്റിയിട്ടാണ്. ജീവിതത്തിൽ മറ്റ് അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ബന്ധങ്ങളിൽ പോയിപ്പെട്ട് കുടുംബത്തിൽ അതുപോലെ തന്നെ സമൂഹത്തിലൊക്കെ ഒറ്റപ്പെടുകയും പദവികളും സമ്പത്തും അഭിമാനമൊക്കെ നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ചില നക്ഷത്രക്കാരെ പറ്റിയിട്ടാണ്. ഇത്തരത്തിലുള്ള ഭർത്താക്കന്മാരൊക്കെ മറ്റുള്ള സ്ത്രീകളുമായിട്ടുള്ള ബന്ധത്തിലേക്കൊക്കെ പോകാൻ വളരെയധികം സാധ്യത കൂടുതലാണ് എന്ന് കരുതി ഈ നക്ഷത്രമാണെന്ന് കരുതിയിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളൊക്കെ അവരവരുടെ ഭർത്താക്കന്മാരുടെ അമിതമായി സംശയിക്കുകയോ അല്ലെങ്കിൽ വഴക്കുണ്ടാക്കാനൊന്നും നിൽക്കേണ്ടതില്ല. ജാതക സംബന്ധമായ ചില വ്യത്യാസങ്ങളിൽ ഇവരുടെ ഫലത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നതാണ്. എങ്കിലും ഏറെക്കുറെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇത്തരം ഒരു അനുഭവം ഉണ്ടാകാൻ വളരെയധികം സാധ്യതയാണ്. അവരുടെ ബാല്യകാലത്തിൽ തന്നെ അവരുടെ ചെറുപ്രായത്തിൽ തന്നെ ഇത്തരത്തിലുള്ള അപമാനങ്ങളിലേക്ക് അവർ കടന്നു വരാൻ സാധ്യതയേറെയുള്ള നക്ഷത്രക്കാരെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഭർത്താക്കന്മാരുള്ള സ്ത്രീകൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അവർക്കുള്ളൊരു പരിഹാരം കൂടി നമ്മുടെ വീഡിയോ പറഞ്ഞു നൽകുന്നുണ്ട്. അപ്പം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഇത്തരത്തിലുള്ള അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആ പുരുഷ നക്ഷത്രങ്ങളെ പറ്റി നമുക്ക് നോക്കാം. ചതയം നക്ഷത്രം, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് പൂരം നക്ഷത്രം, അതുപോലെ മകം, ചിത്തിര, തൃക്കേട്ട, മൂലം, അനിഴം, ചോതി, ഉത്രം, അത്തം, പുണർദം എന്നിവയാണ് ആ നക്ഷത്രക്കാർ. അപ്പം നമുക്ക് ഈ ഒരു നക്ഷത്രക്കാരാണ് അവരുടെ കുടുംബം തകർന്നു പോകുന്ന ലെവലിലേക്ക് എത്തുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു നക്ഷത്രക്കാരെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതല്ലാതെ ഒത്തിരി പ്രണയബന്ധങ്ങളൊക്കെ കൊണ്ട് നടക്കുന്ന മറ്റ് ചില നക്ഷത്രക്കാരൊക്കെ ഉണ്ട്. പക്ഷെ ഇവർക്ക് സമൂഹത്തിൽ അപമാനിക്കപ്പെടാനുള്ള സാധ്യത വളരെയധികം കൂടുതലായിരിക്കും. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ നക്ഷത്രക്കാർ വളരെയധികം സ്നേഹമുള്ള നക്ഷത്രക്കാർ കൂടിയാണ്. ഇവരാണ് കൂടുതൽ വഞ്ചിക്കപ്പെടുന്ന നക്ഷത്രക്കാർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇവരെ നമ്മൾ ഈ ഒരു നക്ഷത്രത്തിൽ പിറന്ന ആളുകളെ നമ്മൾ കൂടുതൽ സംരക്ഷിക്കേണ്ടതാണ് അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവർക്ക് ജീവിതത്തിൽ സ്നേഹവും മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കൂടുതൽ ഉൾക്കൊള്ളുവാനുള്ള മനസ്സുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇവർ ചില ചതികളിലൊക്കെ പെട്ടുപോകാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അല്ലാതെ ഈ നക്ഷത്രക്കാരെ വീണ്ടും കളിയാക്കുവാനോ അല്ലെങ്കിൽ അവരെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്താൻ വേണ്ടിയിട്ടൊന്നുമല്ല. അപ്പോൾ നമ്മുടെ വീഡിയോകളിലെ പല പല കാര്യങ്ങൾ നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്. അതിൻ്റെ എല്ലാത്തിൻ്റെയും നല്ല ഉദ്ദേശങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുക. ഈ 27 നക്ഷത്രങ്ങൾ എടുത്താൽ തന്നെ അതിലേറ്റവും കൂടുതൽ സ്നേഹം മറ്റുള്ളവർക്ക് നൽകുന്ന നക്ഷത്രക്കാരും ഈ നക്ഷത്രക്കാർ തന്നെയാണ് അവരുടെ കുടുംബത്തിൽ. പക്ഷേ അവർക്ക് സമൂഹത്തിൽ അപമാനിക്കപ്പെടാനുള്ള സാധ്യത അല്ലെങ്കിൽ കുടുംബത്തിലും അപമാനം സഹിക്കേണ്ട ഒരു ദുർഗതി അവരുടെ ജീവിതത്തിലുണ്ട്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ധാര ചെയ്യുന്നതൊക്കെ വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ ഉമാമഹേശ്വര പൂജയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇത്ര നക്ഷത്രങ്ങളുള്ള ഭാര്യമാർ, പുരുഷന്മാരുടെ നക്ഷത്രത്തിലുള്ള ഭാര്യമാരൊക്കെ ഉമാമഹേശ്വര ഹോമമൊക്കെ നടത്തുകയാണെങ്കിൽ ക്ഷേത്രത്തിൽ, അതുപോലെ തന്നെ ശിവനും പാർവതിയും കൂടെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം ചെയ്ത് അവരെ കൂട്ടി ദർശനം ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാവുന്നതാണ്. അപ്പോൾ ഏവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നന്ദി.